ഈ ചേച്ചി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നാ നമുക്ക് പോവാം. ആടാ. നിങ്ങൾ എത്തിയോ? ആ മമ്മി. നിങ്ങൾ എല്ലാരും ഭയങ്കര ടയർഡാണല്ലോ. ടയർഡാണെന്നോ? അയ്യോ, നിങ്ങൾ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഇപ്പൊ ഫുഡൊന്നും വേണ്ട മേരി, ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. എന്നാ നിങ്ങൾ ചെല്ലേ. പിള്ളേരെ ആരെയും കണ്ടില്ലല്ലോടി. ഇന്ന് സൺഡേ അല്ലേടി, കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് വിളിക്കാം. അത് മതി. നീ ഇന്നലെ ഇവിടെ ആയിരുന്നോ കിടന്നേ? നിങ്ങളെപ്പോഴും ഇന്നലെ പോയിട്ട് വന്നത്? ഞങ്ങൾ വന്നപ്പോൾ നല്ല ലേറ്റായി. ഓ, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോവും. നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. ശരി. ഏതാ, ഞങ്ങൾ ഇറങ്ങുവാണേ. പോവുകയാണോ? ആടാ, അവിടെ വർക്കൊക്കെ പെൻഡിങ് ആണ്. ഏതാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ? അല്ല, നീയും അരുണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? അങ്ങനൊന്നുമില്ല. നിനക്ക് തോന്നിയതായിരിക്കും. തോന്നിയതായിരിക്കും. അല്ല, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം. നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് കാണാൻ രസമില്ലടാ. ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോളെ. ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. ആന്റി, ഇപ്പൊ ജോലിയൊന്നും ചെയ്യണ്ട. നിന്റെ മമ്മിമാര് പറയുന്നത് അതേപോലെ അങ്ങ് കേട്ടാ മതി കേട്ടോ. ആന്റി, ഇവര് പറയുന്ന അതേപടി ഞാൻ കേട്ടോളാം. എന്നാ നിനക്ക് കൊള്ളാം. അല്ല, ഇവയോ അതും എന്തേ? പറഞ്ഞ പോലെ പിള്ളേരെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാം. വേണ്ട. അതെന്താ? അത് പപ്പ, അവളുമാർക്ക് നല്ല തലവേദന ഉണ്ട്, കിടക്കുക. ആണോ? മമ്മി, ലേറ്റ് ആയില്ലേ? നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ അവരോട് പറഞ്ഞോളാം. എന്നാ അവര് കിടക്കട്ടെ. ഇച്ചായ, നമുക്ക് ഇറങ്ങാം. വാ പിള്ളേരെ. ആനി. എന്താ ചായ? താനിത് ഏത് ലോകത്താ? അതെന്താ ചായ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാനിവിടെ വന്നപ്പോ താൻ ഭയങ്കര ചിന്തയിലായിരുന്നു, അതാ ചോദിച്ചത്. അതിച്ചായ. എന്താടോ? ഇച്ചായ, പിള്ളേർക്ക് എന്തോ വിഷമമുള്ളതുപോലെ തോന്നുന്നു. ആർക്ക്? ഇവയ്ക്കോ അതോനോ? അവർക്ക് മാത്രല്ല, ഏതിനും ആരോണം. അത് തനിക്ക് വെറുതെ തോന്നുന്നതാ? അല്ല ചായ, എന്റെ തോന്നലല്ലത്. താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടി ടെൻഷൻ അടിക്കാതെ. അത് നമ്മുടെ കുഞ്ഞിനെയും കൂടെ ബാധിക്കുന്നത്. കുഞ്ഞിനെക്കാട്ടി എനിക്ക് വലുത് അവരെ ഇച്ചായ. അവരുടെ നെഞ്ചൊന്നും പിടഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇച്ചായ. എന്റെ കർത്താവേ, ഈ പ്രശ്നം എങ്ങനൊന്ന് സോൾവ് ചെയ്യും? എന്താമി? ഇച്ചായ. നീ എന്താ പറഞ്ഞ? ഞാനോ? ഞാനെന്ത് പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. ദേമി, നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നത്? ഞങ്ങൾ പൊട്ടന്മാരാണോന്നോ? സത്യം പറയടി, എന്താ പ്രശ്നം? ഇച്ചായ, ഇത്രയൊക്കെ നടന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറയാനത്? അല്ല, ആരാണെന്തിനാ ഇവയെ തല്ലിയത്? അറിയില്ല, അവളെ തല്ലുന്നത് കണ്ടോണ്ടാ ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. കാരണമൊന്നും അറിയാതെ അനിയത്തിയെ തല്ലുന്നത് കണ്ട് ചേട്ടനും ചേച്ചിക്കും കൊണ്ട് നിങ്ങൾ വായി തോന്നിയത് അവനോട് പറഞ്ഞു, അവനും തിരിച്ച് നിങ്ങളോട് പറഞ്ഞു. ഇതൊന്നും അറിയാതെ ആദ്യം അങ്ങോട്ട് കയറി വന്ന്
അല്ല അതെന്ത് ചെയ്തിട്ടാ? അവക്കെന്ത് സങ്കടമായി കാണും? നിങ്ങൾ എന്തൊക്കെ ഈ ചെയ്തു വെക്കുന്നത്? ഇച്ചായ അത് എമി, നീ ആദ്യം ഇവയോട് കാര്യം എന്താണെന്ന് ചോദിക്കേ, ബാക്കി പിന്നെ. ശരി ഇച്ചായ. ഏതാ? നീ എന്റെ കൂടെ ഒന്ന് വന്നേ. എവിടെ? ഇവയുടെ അടുത്തേക്ക്. എന്തിനാ? അവളോട് ഇന്നലെ നടന്ന കാര്യം ചോദിക്കണം. എന്ത് കാരണമായാലും അവൻ അവളെ തല്ലിയില്ലേ, ഇനി നിനക്ക് കാരണം അറിയണോ? ശരി, സമ്മതിച്ച് അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ എന്തിനാ അവൻ അവളെ തല്ലിയത്? നീ വാ. ഇവ ചേച്ചി, നിന്നെ എന്തിനാ മോളെ ആരോണൊന്നും തല്ലിയത്? കാവ്യ? കാവ്യോ? കാവ്യായിട്ട് അവൻ? ഏതാ? കാര്യം അറിയാതെ സംസാരിക്കരുത് മോളെ. ആരെങ്കിലും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. എനിക്ക് ആദ്യം അങ്ങനെ തോന്നിയത് ചേച്ചി. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചാനോട് ചോദിച്ചതാ ആരാ കാണാൻ പോയത്. പക്ഷെ ഇച്ചാൻ പറഞ്ഞില്ല. ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ ചേച്ചി? ഞാൻ എന്ത് ചെയ്തട്ടാ? മോളെ കരയാതെ. എമി, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. എന്നാലും ആരോൺ. ഇവ, നിനക്ക് ആ പിക്ക് അയച്ചെന്ന നമ്പർ നീ എനിക്കൊന്ന് സെൻഡ് ചെയ്തേരേ. എടി, ഞങ്ങൾ ഇറങ്ങുവാണേ. ആടി, പോയിട്ട് വാ. മേരി. അയച്ചായ. ആ, നിങ്ങൾ റെഡിയായോ? മമ്മി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. അല്ല, ആരോണോ അത് എന്തി? അറിയില്ല. അറിയില്ലെന്നോ? അതെന്താ? നീ അവന് സയാമി ചിരട്ടകളെ പോലെ നടന്നായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെ? ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 4 പേർക്ക് ഇതെന്താ പറ്റിയത്? ഒരുമിച്ച് നടന്നവരിപ്പം ഒറ്റയ്ക്ക് നടക്കുന്നു. എന്താ മക്കളെ നിങ്ങൾക്ക് പറ്റിയത്? ഒന്നുമില്ല. നീ വാ. എടാ, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. വേണ്ട, ഞങ്ങൾ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. എന്റെ മാതാവേ, ഈ കൊച്ചുങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ബന്ധം വേണ്ട. നീ അവളോട് സംസാരിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? മോള് ക്ലാസ് പോക്കോ. ക്ലാസ് തുടങ്ങാൻ ടൈമായി, നീ വാ. വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാവിനിയൊന്നേ, നീ എന്റെ പൂത്തണലല്ലേ, തങ്ങൾ കിടങ്ങി പോവല്ലേ, കാണാതെ വാഴല്ലേ കണ്ണേ. Good morning, sir. Morning. Sit. Take your text. Next we discuss about ഓക്കെ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. Okay, sir. Thank you. എനിക്കൊന്നും പറയാനില്ലാത്തോ?
ചേച്ചി ദാ ഈ ടാബ്ലറ്റ് കഴിക്ക്. ഹലോ, ആ കിട്ടിയോ? നീ ആ ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പ് ചെയ്തേക്ക്. ഓക്കേടാ, താങ്ക് യു. ആരാ എമ്മി? എൻ്റെ ഫ്രണ്ടായി ചേച്ചി. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഈ ചേച്ചി കിടന്നോ, ഞാൻ ഇപ്പോൾ വരാം. താങ്ക് യു മാത്യു. യു വെൽക്കം. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ പോലെ ഓക്കെ ഡാനി. ആലിസ്, നിങ്ങളുടെ ഐഡിയാസൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗ്രേറ്റ് ജോബ് ഗൈസ്. ഏബൽ, ആഡം. താങ്ക് യു സർ. ഓ സോറി ഏബൽ, കൺഗ്രാറ്റ്സ്. ആനി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം മാത്യു പറഞ്ഞായിരുന്നു. താങ്ക് യു സർ. അപ്പോൾ ഓക്കെ മാത്യു, ഞാൻ ഇറങ്ങുക. ആ ശരി. അങ്ങനെ ആ പ്രഷർ തലേന്ന് ഒഴിഞ്ഞു കിട്ടി. അത് ശരിയാ നീ പറഞ്ഞത്. ഇനിയിപ്പോൾ ആനിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാലോ. ആ ശരിയാ. ഇച്ചാ, ഞാൻ എന്ത് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഇച്ചയായിട്ടല്ല നിങ്ങൾ വഴക്കിട്ടത്, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? അവനല്ലേ പറഞ്ഞത് ഒരു ബന്ധവും വേണ്ടെന്ന്. അതിന് നമ്മുടെ കാര്യം എന്തിനാ ഈ കൂട്ടിക്കൊഴിക്കുന്നത്? നിന്റെ ഇച്ചായൻ എന്റെ പെങ്ങളോട് ചെയ്തത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ പഴയ പോലെ സ്നേഹമില്ലേ? നിന്റെ ചേട്ടന്റെ സ്വഭാവം നീയും കാണിച്ചാലോ? ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിച്ച് സ്നേഹിക്കും? ഇനി നീയും അവനെ പോലെ ഞാൻ അറിയാതെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇച്ചയൻ പറഞ്ഞ ശരിയാ, അതും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ അയാൾ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെ എന്നോട് ചോദിക്കാൻ തോന്നി ഇച്ചായ? മടുത്ത ജീവിതം. ഞാൻ എന്ത് ചെയ്തിട്ടാ എല്ലാരും എന്നോട് ഇങ്ങനെ? മേരി, ആ നിങ്ങൾ വന്നോ? എന്തായി? ആ അത് സെറ്റായി. ആണോ? ഇനിയിപ്പോൾ പിള്ളേർക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. അതെ. അല്ല, അവർ നല്ലൊരു എന്തേ? അവർ ഹാളിലിരിപ്പുണ്ട്. ആ അല്ലടി, പിള്ളേരോ? അവർ നേരത്തെ കിടന്നു. ആദു അവളും കിടന്നടി. എന്താണെന്നറിയില്ല, മനസ്സിനൊരു... ഞാൻ അവളൊന്ന് കണ്ടിട്ട് വരാം. ആ എന്നാൽ ഞാനും വരാം. മമ്മി, പപ്പ, എന്നോട് ക്ഷമിക്ക്. നമ്മൾക്ക് നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ. മോളെ, മുറിയും അഴലിൽ വെന്താലും മകനെ പുറമേ കരയിൽ മോളെ, മോളെ, ആദു കണ്ണോർക്ക് മോളെ, മോളെ കണ്ണോർക്ക്. ഇച്ചായ, എന്താ എന്താ ആദു? ആദു, മോളെ മോളെ എന്ത് പറ്റി? മോളെ കണ്ണോർക്ക് മോളെ. മോളെ പപ്പയാ വിളിക്കുന്നത്. മോളെ ആദു കണ്ണോർക്ക്. ആദു ആദു മോളെ കണ്ണോർക്ക് മോളെ. മോളെ ആദു കണ്ണുറക്കടി. ആദു സോറിയടി, കണ്ണുറക്കടി. ആദു പ്ലീസ് കണ്ണുറക്ക്. ആദു മോളെ, മോളെ, ആദു മോളെ കണ്ണുറക്ക് മോളെ. ആദു ഇച്ചായ. എന്താ എന്താ ഇവിടെ? ആദു? ഏതാ നമ്മുടെ ആദു? ആദു 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 എന്ത് പറ്റി? ആദു കണ്ണുറക്കടി. ആദു
മോളെ എന്ത് പറ്റിയടി? കണ്ണു തുറക്ക്, നോക്ക്. ഞാനാ എന്നൊന്ന് നോക്കാതെ അത് ഞാനല്ലേ വിളിക്കുന്നേ മോളെ. നിന്റെ ഇച്ഛാൻ കണ്ണു തുറക്ക് മോളെ. അതോ ഇല്ല, അതൊന്നും പറ്റില്ല. ഇല്ല, അതേക്ക് അതോ എല്ലാരും കഴിയുന്ന കണ്ടില്ലേ? നീ എന്തീ കളിപ്പിക്കാണോ ഞങ്ങളെല്ലാരെയും? അതോ മര്യാദക്ക് കണ്ണു തുറന്നോ? കണ്ടില്ലേ ഇവ കരയുന്ന കണ്ടില്ലേ? കണ്ണുറക്കാതോ, കണ്ണുറക്കാതോ.